ഇത് പീക്സ് വ്യൂ പാർക്കിൻ്റെ ഒരു റൂൾസൊക്കെ കാണിക്കുന്ന ഒരു ഹോർഡിംഗ് ആണ്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ സൂം ചെയ്ത് കാണിക്കാം. നമ്മുടെ നാട്ടിൽ പാർക്കൊക്കെ ഡിസൈൻ ചെയ്യണവർക്ക് റൂൾസൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ഇതൊക്കെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ റൂൾസൊക്കെ വായിച്ച് നോക്കി അതനുസരിച്ച് ചെയ്താൽ മതി. ഇതാണ് റൂൾസ്. ഇവിടെ ഇങ്ങനെ ബ്യൂട്ടിഫുള്ളായിട്ട് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ഇത് കണ്ടവനം മരങ്ങളും ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം നല്ല ഈവനിങ്ങും ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഫ്രഷ് എയർ കിട്ടും. അതാണ് ഇവിടുത്തെ ഈ പാർക്കുകളിലെല്ലാം ഗുണം. മറ്റേ ഫോറസ്റ്റ് ബേത്തിങ് എന്നുള്ള കൺസെപ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്കെല്ലാവർക്കും പറ്റിയ സ്ഥലമാണ് ഈ ഇവിടുത്തെ പാർക്കുകൾ. പക്ഷെ മിക്കതും ഈ ഡിസ്ക് ഗോൾഫ് കോഴ്സ് ആയിരിക്കും. അതിൻ്റെ ബാസ്ക്കറ്റൊക്കെ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. അവിടെയുണ്ട്. ഇത് ശരിക്കും ഒരു മലയുടെ താഴ്വാരം പോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇവർ ഈ പീക്സ് വ്യൂ പാർക്ക് എന്ന് പറഞ്ഞ് ഇട്ടേക്കുന്നത്. ഊട്ടി പോലെയൊക്കെ ഉണ്ട്. ഹ്യൂജാണ്. ഇതിപ്പോൾ ലിഞ്ച്ബർഗിലെ സെക്കൻഡ് ലാർജസ്റ്റ് പാർക്കാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഊട്ടിയിൽ അവിടെ ഹിൽ സൈഡിലൊക്കെ പോയിരിക്കുന്ന പോലെ ഉണ്ട്. ഫീലാണ്. നല്ല ഫ്രഷ് എയറാണ്. ഫോറസ്റ്റ് ബാത്തിങ്ങിന് പറ്റിയ സ്ഥലമാണ്. ഇതൊക്കെയാണ് ലാൻഡ്സ്കേപ്പ്. കുറച്ച് ഞാൻ കാണിക്കാം. ഇത് പീക്സ് വ്യൂ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ലിഞ്ച്ബർഗിലെ ഒരു പാർക്കിലെ ഗ്രൗണ്ടാണ്. കണ്ടിട്ട് ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ ഉണ്ട്. അപ്പോൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഫുട്ബോൾ പോസ്റ്റുകൾ രണ്ടും വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്ലഡ് ലൈറ്റ് ഉണ്ട്. ഇതാണ് പീക്സ് വ്യൂ പാർക്കിലെ ഫുട്ബോൾ ഗ്രൗണ്ട്. അപ്പോൾ ഇത് ഇവിടെയുള്ള പീക്സ് വ്യൂ പാർക്കിലുള്ള ഒരു ബേസ്ബോൾ ഗ്രൗണ്ടാണിത്. പിന്നെ അതവിടെ സ്കോർ ബോർഡ് ഫെസിലിറ്റി ഉണ്ട്. ഇതാണ് സ്കോർ ബോർഡ് ഫെസിലിറ്റി. പിന്നെ ഇതാണ് ഓവറോൾ വ്യൂ. ഇതാണ് ബേസ്ബോൾ ഗ്രൗണ്ട്. ഫ്ലഡ് ലൈറ്റൊക്കെ ഉണ്ട്. ഇതാണ് പീക്സ് വ്യൂ പാർക്കിലെ ബേസ്ബോൾ ഗ്രൗണ്ട്. ഇവിടെ ഈ പീക്സ് വ്യൂവിൽ ഡിസ്ക് ഗോൾഫ് കോഴ്സ് പാർക്കുണ്ട് കേട്ടോ. അത് 1998 എസ്റ്റാബ്ലിഷ് ചെയ്തത്. കാരണം ഡിസ്ക് ഗോൾഫിൻ്റെ ബാസ്ക്കറ്റ് ഇവിടെ എല്ലായിടത്തും കാണാം. ഇത് ഈ ആയിരിക്കണ ബാസ്ക്കറ്റാണ്. ഡിസ്ക് ഗോൾഫ് കോഴ്സിൻ്റെ ബാസ്ക്കറ്റാണത്. അതിവിടെ എല്ലായിടത്തും കാണാം. പിന്നെ അതോടനുബന്ധിച്ച് വേറൊരു ബോർഡും കൂടി അവിടെ വെച്ചിട്ടുണ്ട്. അതും ഡിസ്ക് ഗോൾഫ് കോഴ്സിൻ്റെ ആണ് കാണുന്നത്. ഇതും ഡിസ്ക് ഗോൾഫ് കോഴ്സിൻ്റെ ബോർഡാണ്. ഇവിടുത്തെ പാർക്കുകളിൽ കണ്ട ഒരുതരം ടേബിളാണ്. മറ്റേ ഇരിക്കാനുള്ള കസേരയും ഇത് സൈഡിലിങ്ങനെ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പാർക്കുകളിലും വെക്കാവുന്നതാണ്. ഗെറ്റ് ടുഗതറോ അല്ലെങ്കിൽ പാർക്കുകളിലൊക്കെ ലഞ്ച് കഴിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ. ഇവിടെ ഇപ്പോൾ അഴുക്കായിട്ടിരിക്കുകയാണ്. എന്നാലും മോഡൽ എല്ലാവർക്കും കിട്ടിയല്ലോ. ഇതിങ്ങനെ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്.
അടിവശം പണി കാണിച്ചേക്കാം. ഇതെങ്ങനെയായിരിക്കും ഇങ്ങനെ പാർക്കിൽ ടേബിൾ കം ചെയർ ഇൻബിൽഡ് ഡിസൈൻ ഉണ്ടാകും. ഓൾ ഇൻ വൺ കമ്പൈൻഡ് ഡിസൈൻ. ഓക്കെ, ഇവിടെയുണ്ട്. ഇത് ഈ ഗ്രിൽ പാർട്ടിക്ക് സെറ്റ് ചെയ്യാനുള്ള ടേബിളും പിന്നെ ഗ്രില്ല് ചെയ്യാനുള്ള എക്യുപ്മെൻറ്റുമാണ് അവിടെ വെച്ചേക്കുന്നത്. ഇവർ ഗ്രില്ലിൻ്റെ ആൾക്കാരാണല്ലോ, അപ്പോൾ നമ്മുടെ നാട്ടിലും വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇതാണ് ടേബിൾ കം ബെഞ്ച്, ഓൾ ഇൻ വൺ യൂണിറ്റ്. പിന്നെ ഗ്രില്ലിങ്ങിൻ്റെ യൂണിറ്റ് അവിടെയുണ്ട്. അവിടെയും അതേപോലെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ഇവിടെ പാർക്കുകളിൽ മിക്ക സ്ഥലത്തും കാണാറുണ്ട് ഇതുകൊണ്ട് ടേബിൾ കം ബെഞ്ച് ആൻഡ് ഗ്രില്ലിംഗ് യൂണിറ്റ്. ഗെറ്റ് ടുഗദറിനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. ചെറിയ ഗെറ്റ് ടുഗദറും മീറ്റിങ്ങൊക്കെ അതൊക്കെ പാർട്ടിയൊക്കെ ഓർഗനൈസ് ചെയ്യാൻ പറ്റാനുള്ള ഒരു സംവിധാനം ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ നേരത്തെ പോയപ്പോഴത്തേക്ക് ഇവിടെ പാർട്ടി നടക്കുകയായിരുന്നു, അത് കാരണം എടുക്കാൻ പറ്റത്. ഇനി ഇവിടെ വീഡിയോ എടുക്കണമെങ്കിൽ പെർമിഷനൊക്കെ വേണമല്ലോ, ആരുടെ ഫേസ് വരാൻ പാടില്ല വീഡിയോയിൽ. അപ്പോൾ പാർട്ടിയൊക്കെ കഴിഞ്ഞു, അത് കാരണം ഇപ്പോൾ കാണിച്ചതാണ്. ഇങ്ങനെ ഗെറ്റ് ടുഗദർ ഫെസിലിറ്റിയും കൂടി ഉണ്ട് ഇവിടെ. അമ്യൂണിറ്റീസ് അറ്റ് പീക്സ് വ്യൂ പാർക്ക്. ഇവിടെ ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഫ്രൂട്ട് ട്രീ പിടിച്ചിട്ടുണ്ട്. എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം. ഇതാണ് ഫോട്ടോ. അതിവിടെ പമ്പ് ട്രാക്ക് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് സൈക്കിൾ ഓടിക്കാനുള്ള സംഭവമാണ്, പക്ഷേ പെഡൽ ചെയ്യാതെ പോകണമെന്നാണ് പറയണത്. അപ്പോൾ പമ്പിങ് ഓവർ സ്മൂത്ത് റോളേഴ്സ് ആൻഡ് ത്രൂ സ്റ്റീപ്പ് ബേംസ്. The pumping is the rhythm of pulling and pushing with your arms and legs while riding over the berms and rollers to gain momentum and speed. അപ്പോൾ പെഡൽ ചെയ്യാതെ സൈക്കിൾ ഓടിക്കണം. അപ്പോൾ ട്രാക്കാണ് പമ്പ് ട്രാക്ക്. അത് കാണിച്ചു തരാം. ഇതെനിക്ക് പുതിയൊരു കാഴ്ചയാണ്. അപ്പോൾ ഇതാണ് പമ്പ് ട്രാക്ക്. ഇങ്ങനെ ബമ്പ് ചെയ്ത് പോകാൻ പറ്റും. ഇതാണ് പമ്പ് ട്രാക്ക്. കാണാത്തവരെ കണ്ടോ? അപ്പോൾ ഇതാണ് പമ്പ് ട്രാക്ക്. പമ്പ് ട്രാക്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇത് കുണ്ടും കുഴിയായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സൈക്കിള് ചവിട്ടാതെ പെഡൽ ചെയ്യാതെ ഇതിൻ്റെ അകത്തുകൂടി ഓടിക്കണം. അതാണ് അവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പമ്പ് ട്രാക്കിൻ്റെ ഓവർവ്യൂ ഒന്ന് കിട്ടി കാണുമല്ലോ. ഇതാണ് പമ്പ് ട്രാക്ക് വെച്ചിട്ടുണ്ട്. ഇതാണ് വെൽക്കം ടു ദ പാർക്ക് കോഴ്സ് ഫിറ്റ്നസ് സർക്യൂട്ട്. ഇത് അവരുടെ ഇൻട്രോ ബോർഡിംഗ് ആണ്. ബോർഡിംഗ് അല്ല, ഹോർഡിംഗ് ആണ്. അപ്പോൾ ഇത് അമേരിക്കയിലെ പ്രീമിയർ ഫിറ്റ്നസ് സ്പോട്ടാണ്. അപ്പോൾ പാർക്കുകളിലൊന്നും ഇങ്ങനത്തെ എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവും. നമ്മൾ എക്സസൈസൊക്കെ ചെയ്ത് ഫിറ്റ് ആവുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിറ്റ്നസ് സ്റ്റേഷൻ, പിന്നെ അവരുടെ ഗ്രേഡേഷനൊക്കെ പറയുന്നുണ്ട്. പിന്നെ കമ്പനിയുടെ അഡ്രസ്സ് കൊടുക്കുന്നുണ്ട്, പാർക്ക് കോഴ്സ്. അപ്പോൾ ഒരു 30 സെക്കൻഡ് കൂടി ഞാൻ കാണിച്ചേക്കാം. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലൊക്കെ പാർക്കുകളൊക്കെ ഡിസൈൻ ചെയ്യണവർക്ക് ഹെൽപ്ഫുള്ളാവുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് കാണിക്കുന്നത്. ഹോർഡിങ് ഇതാണ് ആക്ലസ് സ്ട്രെച്ച്. ഇതും ഡിസ്ക്രിപ്ഷൻ കാണിച്ചേക്കാം. ഇപ്പോൾ ചെളിയായതുകൊണ്ട് ശരിക്കും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല, എന്നാലും ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ ഈ കാണിക്കുന്ന പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് സംഭവം. ഇപ്പം നമ്മുടെ നാട്ടിലെ പാർക്കുകളിലും ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാവുന്നതാണ്. ഹോർഡിങ്ങാണ്. ഇവിടെ മുഴുവൻ ചെളിയായിട്ടുണ്ട്. ഇത് ഹാംസ്ട്രിങ് സ്ട്രെച്ച് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ കുറച്ച് നേരം കാണിക്കാം.
ഇമേജും കണ്ടില്ല. അപ്പോൾ ഈ എക്യുപ്മെൻറ്റ് ഇതാണ് ഹാംസ്ട്രിങ് സ്ട്രെച്ചിനുള്ള സംഭവം. എന്താ ആരോ ഒന്നിവിടെ ചെളിയാക്കി ഇട്ടേക്കുക. പിന്നെ മൂന്നാമത്തെ ഹോർഡിങ്ങാണ് ഇത്, സിറ്റ് ആൻഡ് റീച്ച്. അപ്പോൾ ഈ അവിടെ ഒരു ബെഞ്ച് കൊടുത്തിട്ടുണ്ട്, അതിൽ ഇരുന്നിട്ട് ഇതേപോലെ മുട്ടിക്കുക. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഒരു കുറച്ച് സെക്കൻഡ് നേരം പിടിച്ച് വെക്കാം, കുറച്ചല്ല ഒരു 10-15 സെക്കൻഡ് പിടിക്കാം. അപ്പോൾ നമ്മുടെ പാർക്കുകളിലൊക്കെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ്, അതുകൊണ്ടാണ് ഞാനിതൊക്കെ കാണിക്കുന്നത്. സിറ്റ് ആൻഡ് റീച്ച്. ഇനി എക്യുപ്മെൻറ്റ് കാണണ്ടേ, ഇതാണ് എക്യുപ്മെൻറ്റ്. അത് പാർക്ക് കോഴ്സ് ഫിറ്റ്നസ് സർക്യൂട്ടിൻ്റെ 4th ഹോർഡിങ്ങാണ്. ഇപ്പം നീ ലിഫ്റ്റാണ്. ഇത് മുകളിൽ ഇങ്ങനെ പിടിച്ചിട്ട് നീ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുക. പിന്നെ സ്റ്റാർട്ടിങ് പവർ, പിന്നെ ഗ്രഡേഷൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നീ ലിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ഹോർഡിങ്ങാണ്. അപ്പോൾ അതിൻ്റെ എക്യുപ്മെൻറ്റ് ഇതാണ് സംഭവം. ഈ എക്യുപ്മെൻറ്റ് വെച്ചിട്ടാണ് അവർ പറയുന്നത്, പിടിച്ചിട്ട് നീ ലിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഫിറ്റ്നസ് സർക്യൂട്ടിലെ 4ാമത്തെ ഹോർഡിങ്ങാണത്, അല്ലെ പോസ്റ്റർ. അപ്പോൾ ഇവിടെ ഒരു സംഭവം കണ്ടിട്ടാ, എന്ന് പറഞ്ഞാൽ പാർക്ക് കോഴ്സ് ഫിറ്റ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ലോഗ് ഹോപ്പ് ഒരു എക്സസൈസുള്ള എക്യുപ്മെൻറ്റാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ചാടണ കാര്യം പറയണം. അപ്പോൾ ഇത് ഹോപ്പ് ഓർ റെയിൽസ് വിത്തൗട്ട് സ്റ്റോപ്പിംഗ്, കീപ് ലെഗ്സ് ടുഗദർ ഡ്യൂറിങ് ലോങ് ഹോപ്പ്, റിപ്പീറ്റ് യുവർ പവർ. അപ്പോൾ സ്റ്റാർട്ടിങ് പവർ എന്ന് പറഞ്ഞാൽ എണ്ണത്തിൻ്റെ കാര്യം പറയണത്. 1 time, 2 time, 3 times. ഗുഡ് സ്ട്രെങ്തനിങ് എക്സസൈസ് ഫോർ ദ കാഫ് ആൻഡ് തൈ മസിൽസ്. അപ്പോൾ റെയിൽസ് എന്താണെന്ന് കാണണ്ടേ, ഇതാണ് റെയിലിൻ്റെ അവിടെ നിന്ന് ഇവിടുന്ന് ഇങ്ങനെ ചാടുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ 4 ചാട്ടം ഇങ്ങനെ 3 പ്രാവശ്യം ചെയ്ത എക്സലൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇവിടുത്തെ പാർക്കുകളിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു വേറൊരു എക്സസൈസിൻ്റെ ഒരു ബോർഡാണ്. അതിൻ്റെ എക്യുപ്മെൻറ്റ് ഇവിടെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബോഡി കേൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിടിച്ചിട്ട് സിറ്റപ്പ് ചെയ്ത് റിവേഴ്സ് സിറ്റപ്പ് ചെയ്തിട്ട് കാലെടുത്തിട്ട് തലയിൽ കൊണ്ടുവന്ന് മുട്ടിക്കുക. പിന്നെ സ്റ്റാർട്ടിങ് പവർ 1 time, പിന്നെ കൗണ്ടിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്, ബെഞ്ച് മാർക്ക് വെച്ചിട്ടുണ്ട്. സ്പോർട്ടിങ് പവർ 5 times, ചാമ്പ്യൻഷിപ്പ് 10 times. ഇതാണ് പാർക്ക് ബോഡി കേൾ. ഇതാണ് സംഭവം, റിവേഴ്സ് സിറ്റപ്പ് ചെയ്യാനുള്ള സംഭവം. അപ്പോൾ നമ്മുടെ നാട്ടിലും ഇത് പാർക്കുകളിലൊക്കെ അവതരിപ്പിക്കാവുന്നതാണ്, ബോഡി കേൾ എക്യുപ്മെൻറ്റ്. പിന്നെ അടുത്ത ഹോർഡിങ് വെച്ചിട്ടുണ്ട്, അത് ചിന്നപ്പം എന്ന് പറഞ്ഞ സംഭവമാണ്. എന്ന് പറഞ്ഞാൽ തൂങ്ങി പൊങ്ങുക. പിന്നെ അതിൻ്റെ സ്റ്റാർട്ടിങ് പവറും സ്പോർട്ടിങ് പവറും ചാമ്പ്യൻഷിപ്പും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ചിന്നപ്പം എന്ന് പറയുന്ന സംഭവം. അതിൻ്റെ എക്യുപ്മെൻറ്റ് ഇത് വെച്ചിട്ടുണ്ട്, ഇതാണ് ചിന്നപ്പ് ചെയ്യാനുള്ള സംഭവം. അപ്പോൾ നമ്മുടെ നാട്ടിലെ പാർക്കുകളിലും ഫിറ്റ്നസ് എക്യുപ്മെൻറ്റ്സ് ആയിട്ട് പിടിപ്പിക്കാവുന്നതാണിത്. ഇത് വേറെ ഒരു എക്യുപ്മെൻറ്റാണ്, ബെഞ്ച് കേൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പൊക്കി വെച്ചിട്ട് സിറ്റപ്പ് എടുക്കുന്ന സംഭവമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ സ്റ്റാർട്ടിങ് ബെഞ്ച് മാർക്ക് 5 times, 10 times, 20 times ബെഞ്ച് മാർക്കും കൊടുത്തിട്ടുണ്ട് ഇവിടെ. ബെഞ്ച് കേൾ അതിൻ്റെ എക്യുപ്മെൻറ്റ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് എക്യുപ്മെൻറ്റ്. അപ്പോൾ ഈ പൊക്കമുള്ള സ്ഥലത്ത് കാല് പൊക്കി വെക്കുക, അത് കഴിഞ്ഞിട്ട് സിറ്റപ്പ് എടുക്കുക. അപ്പോൾ 20 times ചെയ്ത എക്സലൻ്റ് ആണെന്നാണ് പറയുന്നത്.
ഇതാണ് ബെഞ്ചുകൾ. അത് ഫിറ്റ് സർക്യൂട്ടിലെ 10th ബോർഡാണ്. അപ്പോൾ ഇത് സെറ്റപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ സെറ്റപ്പ് ചെയ്യാനുള്ള സാമഗ്രികളാണ് ഇത് വെച്ചേക്കുന്നത്. ഇതിൻ്റെ പോസ്റ്റർ ഹോർഡിങ്ങാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിലാണ് അവർ ഉദ്ദേശിക്കുന്നത് ചെയ്യാനുള്ള സെറ്റപ്പ്. ഇവിടെ ഫുട്ബോൾ കളിക്കുന്ന പിള്ളേരുടെ മൊബൈലും ഷൂസൊക്കെയാണ് ഇവിടെ. അപ്പോൾ ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. കാലതിൻ്റെ ഇടയിൽ വെച്ചിട്ട് സെറ്റപ്പ് എടുക്കുക. ഇവിടെയാണ് കാല് വെക്കുന്നത്. ഇതാണ് 10th പാർക്കോഴ്സ് ഫിറ്റ് സർക്യൂട്ടിലുള്ള 10th ഹോർഡിങ്. ഇതിൻ്റെ പോസ്റ്ററൊക്കെ പോയി. ഇത് വോൾട്ട് ബാർ എന്നാണ് പറയുന്നത്. ഇതിൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതിപ്പോൾ വായിക്കാൻ പറ്റില്ല. എന്നാലും എക്യുപ്മെൻറ്റ് കാണിച്ചേക്കാം. ഇതാണ് വോൾട്ട് ബാർ. ഇത് 11ാമത്തെ ഹോർഡിങ്ങാണ്. ഇതാണ് വോൾട്ട് ബാർ. ഫിറ്റ്നസ് സർക്യൂട്ടിൻ്റെ വേറൊരു 12ാമത്തെ ഹോർഡിങ്ങാണ്. ഇത് പുഷപ്പിൻ്റെയാണ് കാണിക്കുന്നത്. അപ്പോൾ പുഷപ്പ് ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ് ഇവിടെ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം ഒന്ന് പിടിച്ച് നോക്കാം, കാണിക്കാം. ഇനി ആ പുഷപ്പ് ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ് ഇതാണ് പുഷപ്പ് ബാർ. ഇതിൽ പിടിച്ചിട്ടാണ് പുഷപ്പ് ചെയ്യുന്നത്. ചെറുതുകൊണ്ട് ഹൈറ്റുള്ളതുകൊണ്ട് എല്ലാവരും നോട്ട് ചെയ്യുക. അവിടെയും ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇത് പാർക്കോഴ്സ് ഫിറ്റ്നസ് സർക്യൂട്ടിലെ ഹോർഡിങ് നമ്പർ 13 ആണ്. ഇത് ബെഞ്ച് ലെഗ് റൈസ്. ഈ സംഭവം മനസ്സിലായില്ലേ? ഈ ബെഞ്ചിലിരുന്നിട്ട് ആ ഫ്രണ്ടിലുള്ള പോളിൻ്റെ അവിടെ താഴത്ത് കാല് കൂട്ടി വെച്ചിട്ട് പൊക്കിയെടുത്തിട്ട് ഇതാ പൊസിഷനിൽ ഹോൾഡ് ചെയ്യുക. അപ്പോൾ അത് സ്റ്റാർട്ടിംഗ് പവർ, സ്പോർട്ടിംഗ് പവർ, ചാമ്പ്യൻഷിപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ചാമ്പ്യൻഷിപ്പ് 20 times ആണ്. ഇതാണ് ബെഞ്ച് ലെഗ് റൈസ്. എക്യുപ്മെൻറ്റ് ഇതാണ്. ആ 2 കൈയും പിടിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് ഈ പോളിൻ്റെ സൈഡിൽ കൂടി കാല് എടുത്ത് പൊക്കി മുകളിൽ കൊണ്ടുവന്ന പരിപാടിയാണ്. അതാണ് ബെഞ്ച് ലെഗ് റൈസ്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു, വിചാരിക്കണം. 14ാമത്താണ് ഇത് ബെഞ്ച് ഡിപ്പ്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കണത്. ഇതാണ് ഹോർഡിങ്. ഇരുന്നിട്ട് പൊങ്ങലാണ്. ഇതാണ് ബെഞ്ച് ഡിപ്പ്. ഇത് സംഭവം ഇത് തന്നെയാണ്. ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ സ്ട്രീം ഉണ്ട് കേട്ടോ. ഇതിനാണ് ഈ ഐവി ക്രീക്ക് എന്ന് പറയണമെന്ന് തോന്നുന്നു. ഇവിടെ ഐവി ക്രീക്ക് ഗേറ്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു പാലമുണ്ട്. ഈ ഇപ്പറേ സൈഡിലും കാണിച്ചേക്കാം. ഇവിടുന്ന് റിവർ. ഇതാണ് ഇതിവിടെ കൂടി ഒഴുകുന്ന ക്രീക്ക്. ഇവിടെ ഐവി ക്രീക്ക് ഗ്രീൻവേ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ കുറേ ബാസ്ക്കറ്റ് ബോൾ, പിന്നെ ബിൽ ഫുട്ട് റിക്രിയേഷൻ ഏരിയ, ഫീൽഡ്സ്, പിന്നെ ഡിസ്ക് ഗോൾഫ് പ്ലേ ഗ്രൗണ്ട്, ടെന്നീസ് കോർട്ട്സ് ഒക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ആരോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ബാസ്ക്കറ്റ് ബോൾ കോർട്ടുണ്ട്. പിന്നെ അപ്പുറത്തൊരു ബേസ്ബോൾ ഗ്രൗണ്ടും ഉണ്ട്. ഇത് ഹ്യൂജ് ഏരിയ ആണ്. എങ്ങനെ വന്നാലും ഒരു 19 ഏക്കർ എന്തായാലും ഉണ്ട്. പീക്സ് വ്യൂ പാർക്ക്. ഇവിടെ നിൽക്കുമ്പോഴുള്ള അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പെരുമ്പാവൂർ ഇരിങ്ങോൾക്കാവിൽ പോയ അതേ അറ്റ്മോസ്ഫിയറാണ്. അത്രയ്ക്ക് ഫ്രഷ് ഓക്സിജൻ എയറാണ്. ഇത് 3ാമത്തെ ബേസ്ബോൾ ഗ്രൗണ്ടാണ്. എല്ലാം ഫ്ലഡ് ലിറ്റഡ് ആണ്. പിന്നെ അവിടെയൊക്കെ ഫോറസ്റ്റാണ്.
ഇങ്ങനത്തെ ഫോറസ്റ്റ് ആയിട്ടുള്ള ഏരിയകളിലാണ് ഇവർ പാർക്കും റെക്രിയേഷനിൽ ഗ്രൗണ്ട്സൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു പ്ലെയിൻ ഗ്രൗണ്ട് പോലെ ഉണ്ട്. ഇതിപ്പോൾ ഫുട്ബോൾ ഗ്രൗണ്ടായിട്ട് യൂസ് ചെയ്യാൻ തോന്നണം. പക്ഷെ അത് ബോർഡൊന്നും വെച്ചിട്ടില്ല. പക്ഷെ അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഗ്രാസൊക്കെ വെൽ മെയിൻറ്റെയിൻഡ് ആണ്. തൊട്ടപ്പുറത്ത് ഫോറസ്റ്റും ഉണ്ട്. നമ്മളിപ്പോൾ ഈ പീക്സ് വ്യൂ പാർക്കിലുള്ള ബിൽഫുട്ട് മൗണ്ടൻ ബൈക്ക് ആൻഡ് ഹൈക്ക് റെക്രിയേഷൻ ഏരിയയിൽ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ട്രെയിലാണെന്നാണ് പറയുന്നത്. സെക്ഷൻ ഓഫ് ദ ജെയിംസ് റിവർ ഹെറിറ്റേജ് ട്രെയിൽ. നമുക്കൊന്ന് പോയി നോക്കാം ട്രെയിലിൽ എവിടം വരെ പോകാൻ പറ്റുമെന്ന്. ഇതാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ ഇവിടെ ഒരു നോട്ടീസ് ബോർഡ് വെച്ചിട്ടുണ്ട്. എന്താണ്, ഗ്രേറ്റർ ലിഞ്ച്ബർഗ് ഓഫ് റോഡ് സൈക്ലിസ്റ്റ് റൈഡ് വിത്ത് GLOC.com എന്ന വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇത് ഒരു റൂട്ട് മാപ്പ് വെച്ചിട്ടുണ്ട്. അതിൽ ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട് യു ആർ ഹിയർ എന്ന് പറഞ്ഞിട്ട് ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതുവഴി കാണിച്ചേക്കണ മഞ്ഞ പാത്ത് വേ വഴി നമുക്ക് പോവാം. പോയി കഴിഞ്ഞാൽ അവിടെ ഈ അറ്റത്തെത്തും. ഇതാണ് ഓവർവ്യൂ. പിന്നെന്താ വാണിംഗ് കൊടുക്കുന്നുണ്ട്, ബിവെയർ ഓഫ് ടിക്സ് എന്ന്. എന്താണാവോ സംഭവം. lynchburg.edu/ticks. പിന്നെന്താണ്, ലോക്കൽ ബൈക്സിൻ്റെ ഇതും പറയുന്നുണ്ട്, എൻ്റെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എമർജൻസിയിൽ കോൾ ചെയ്യാനുള്ള നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫേസ്ബുക്ക് URL കൊടുത്തിട്ടുണ്ട്, facebook.com/ride-with-GLOC. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇവിടുത്തെ ഹോർഡിങ്ങല്ല, പോസ്റ്റർ, ഇൻഫർമേഷൻ പോസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് തനിയിപ്പോൾ ഫോറസ്റ്റ് കയറി പോലെ ഉണ്ട് കേട്ടോ. ഇതൊരു മറ്റേ ഐവി ക്രീക്ക് കാണിച്ച ക്രീക്കിൻ്റെ സൈഡിൽ കൂടിയുള്ളൊരു വഴിയാണ്. ശരിക്കും ഫോറസ്റ്റിലെ ഫീലുണ്ട്, എയറിൻ്റെ. മറ്റേ ഫോറസ്റ്റ് ബാത്തിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമാണ് ഇത്. ഞാൻ പറയുന്നത് ശരിക്കും ഒരു ദിവസം രാവിലെ വന്നിട്ട് പകൽ സമയം ഒരു 6 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് ഒരാഴ്ചത്തേക്കുള്ള ഇമ്മ്യൂണിറ്റി കിട്ടുമെന്നാണ് പറയണം. അപ്പോൾ ഫോറസ്റ്റ് മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് ജപ്പാനിലെ ഒരു അലോപ്പതി ഡോക്ടർ പുതിയൊരു ബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ റിസർച്ച് പേപ്പേഴ്സൊക്കെ കാര്യങ്ങളൊക്കെ പുള്ളി പബ്ലിഷ് ചെയ്യുന്നുണ്ട്, ബുക്കും പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതെ, ഇവിടെ കുറേ ട്യൂബ് പോലെ വെച്ചിട്ടുണ്ട്. ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ മരം പിടിപ്പിക്കാനുള്ള തൈ സാപ്ലിങ്സ് പിടിപ്പിക്കാനുള്ള സംവിധാനമാണ് അത്. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് കാണിച്ചു തന്നേക്കാം. വാട്ട് ആർ ദോസ് ട്യൂബ്സ്? ഹാർഷ് എലമെൻറ്റ്സ്. പിന്നെന്താണ്, കാറ്റിൽ കടിക്കാതിരിക്കും, ബ്രൗസിങ് ബൈ അനിമൽസ്, ട്രാംബ്ലിംഗ് ഓർ ആക്സിഡൻറ്റൽ ഡാമേജ് ഡ്യൂറിങ് മെയിൻ്റനൻസ്. എൻ്റെ മുകളിലൊരു നെറ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ട്രീ വളർത്താനുള്ള തൈ വെക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ഈ ട്യൂബ്. ഇത് വേണമെങ്കിൽ ഞാൻ അടുത്ത് പോയി കാണിക്കാം. അപ്പോൾ ഒരു ട്യൂബിൻ്റെ അടുത്ത് വെച്ച് നമ്മൾ കാണിക്കണത് ഇത് ഇവിടെ ഈ ട്രീ പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു നെറ്റൊക്കെ ഉണ്ട്. ഇപ്പം നെറ്റൊക്കെ പൊളിച്ചത് പോകുന്നുണ്ട്. അപ്പോൾ ഇത് മരം പിടിപ്പിക്കാനുള്ള സംവിധാനമാണ് ഈ ട്യൂബുകൾ. നമ്മളിങ്ങനെ നോക്കിയപ്പോൾ ഒരു മരം കണ്ടപ്പോൾ നല്ല പരിചയമുള്ള പോലെ അതിൻ്റെ ഒരു കായ ഉണ്ടായി കിടക്കുന്നുണ്ട്. പിന്നെ ഞാനത് സൂം ചെയ്യാമെന്ന് വിചാരിച്ചു. സൂം ചെയ്തപ്പോൾ ഇത് പിയറാണ്, സബർജില്ലി പോലെ ഉണ്ട്. അപ്പോൾ ഞാനിത് നെറ്റിൽ നോക്കിയപ്പോഴത്തേക്കും ഏഷ്യൻ പെയർ എന്നൊക്കെ കാണണം. അപ്പോൾ ഇതിൻ്റെ ഫ്രൂട്ട് ഞാൻ ഇപ്പോൾ നിലത്ത് കിടന്ന് കിട്ടിയിട്ടുണ്ട്, അതും കാണിച്ചു തന്നേക്കാം.
ഇതാണ് ഞാനിപ്പോൾ താഴത്തുനിന്ന് പെറുക്കിയെടുത്തത്. കണ്ടിട്ട് സബർ ജില്ലയുടെ കട്ടുണ്ട്, പിയറാണെന്നാണ് വിചാരിക്കണം. കിളി കടിച്ച് ഇവിടെ കിടപ്പുണ്ട്, നല്ലൊരു ധൈര്യം മഞ്ഞില്ല കടിക്കാൻ. ഇതാണ് പിയർ. അപ്പോൾ ഇവിടുത്തെ ട്രെയിലുകളിലൊക്കെ എന്തെങ്കിലും ഇങ്ങനെ ഗുണമുള്ള സംഭവങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടോ? ഇത് ഇങ്ങനെ ഒരു ലോങ്ങാണ്. ഇത് ഇനി ഒരു മൈലും കൂടി ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഒരു 10-12 മിനിറ്റ് നടക്കാനുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹ്യൂജാണ്, നിറച്ച് ഫോറസ്റ്റാണ് ഇവിടെ. പിന്നെ ഇവിടെ എടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ എയർ ക്വാളിറ്റിയാണ്, കാം ആൻഡ് റിലാക്സിങ് അറ്റ്മോസ്ഫിയറാണ്, എക്സസൈസ് ചെയ്യാൻ പറ്റിയ അറ്റ്മോസ്ഫിയറാണ്, ഓടാനും ചാടാനും. പിന്നെ ഇവിടെ ഒരു തരം മഞ്ഞ പൂ ഇങ്ങനെ കാണുന്നുണ്ട്. ഇതെന്ത് പൂവാണോ? ഇവിടെ മുഴുവൻ ഇങ്ങനത്തെ പൂവാണ്. ഇതിനെപ്പറ്റി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇവിടെ ഒരു കസേരയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ എന്തോ ഒരു ബോർഡും വെച്ചിട്ടുണ്ട്. അത് ട്രെയിൽ ഹെഡ് എന്നൊക്കെ പറയുന്നുണ്ട്. ട്രെയിൽ ഹെഡ് ട്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് മാപ്പൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഏതായാലും നമ്മൾ ആ വഴി പോകണില്ല, നമ്മൾ ഈ റോഡ് വഴി ഒന്ന് തന്നെ ഒന്ന് പോയി നോക്കാം. നമ്മളിങ്ങനെ ഇവിടെ പോകുമ്പോൾ ഇതിലെ പോകുമ്പോൾ കുറേ ഒരു ബുഷുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ മുന്തിരിക്കൊല പോലെയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ ഇത് ഓട്ടം ഒലിവ് എന്ന് പറഞ്ഞ ചെടിയാണെന്ന് പറയണം. ഇത് ഫ്രൂട്ട്സ് എഡിബിളാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് പക്ഷേ ഇതൊന്നും കഴിക്കാൻ തരില്ല, വല്ല കിളിയൊക്കെ കഴിക്കണുണ്ടെങ്കിൽ ഞാൻ കഴിച്ചാൽ. അപ്പോൾ ഇതാണ് ഓട്ടം ഒലിവ്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഞാൻ ലിങ്കായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഈ ഓട്ടം ഒലിവ് കാണാത്തവർ കണ്ടോ? ഇതാണ് ഓട്ടം ഒലിവ്. ആണെങ്കിൽ സൂം ചെയ്ത് കാണിക്കാം. ഇതാണ് ഓട്ടം ഒലിവ്. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഈ റോഡ് ഇവിടെ എൻഡ് ചെയ്ത് ഇപ്പോൾ ട്രെയിലിൻ്റെ ഒരു അവസാനം പോലെയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഇവരുടെ ബോർഡൊക്കെ എല്ലാം കൺഫ്യൂസിങ് ആണ്. ഇപ്പോൾ വേറെ ട്രെയിൽ തുടങ്ങണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫയർ റോഡ് ട്രെയിൽ ഹെഡ് ഈ കാട്ടിക്കൂടിയൊക്കെ വേറെ ട്രെയിലുണ്ട്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ വൈകിട്ടായതുകൊണ്ട് ഇനിയിപ്പോൾ അധികം പോകുന്നില്ല. അപ്പോൾ നമ്മൾ ഏതായാലും ട്രെയിൽ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മൊത്തത്തിലൊരു നല്ല അറ്റ്മോസ്ഫിയറാണ്, നല്ല ഡെൻസ് ഫോറസ്റ്റാണ്. ഞാൻ അധികമൊന്നും കാണിച്ചില്ല. എയർ ഫോറസ്റ്റ് ബാത്തിങ് എന്നുള്ള കൺസെപ്റ്റിൽ വരികയാണെങ്കിൽ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും ഇവിടെ. പിന്നെ ഇവിടെ ഒരു പോസ്റ്റ് വെച്ചിട്ടുണ്ട്, ഈ ട്രെയിൽസൊക്കെ നമ്മളെ സപ്പോർട്ട് വേണം, അതിൻ്റെ മെമ്പർഷിപ്പ് എടുക്കണം, ഡൊണേറ്റ് ചെയ്യണം എന്നൊക്കെ പറയണ്ട, എന്നാലേ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ റൈഡ് വിത്ത് GLOC.com എന്ന സൈറ്റിൽ പോയിട്ട് മെമ്പർഷിപ്പും ഡൊണേഷനും എല്ലാവരും കൊടുക്കുക, എന്നാലേ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോസ്റ്ററിറ്റിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, കുറച്ച് നേരം കൂടി കാണിച്ചേക്കാം. ഒരു മാനിനെ നമ്മൾ എടുത്തിട്ടുണ്ട്, അത് നമ്മൾ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. നല്ലൊരു അപൂർവ കാഴ്ചയാണ്. സാധാരണ ഇത് ഇങ്ങനെ നിന്ന് തരാറില്ല ക്യാമറയിലെടുക്കാൻ. ബ്ലാക്കാണ്, ഇതിൻ്റെ പേരറിയാവുന്നവർ പറയുക. അത് ഓടിപ്പോയി. അവിടെ 2 മാൻ നിൽപ്പുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് ഭയങ്കര ഭാഗ്യമൊന്നുമാണ്, ഈ മാനുകളെല്ലാം മുഴുവൻ വന്ന് ഫ്രണ്ടിൽ വന്ന് ചാടുക. അകത്തോട്ട് പോയി. ഒരെണ്ണം അവിടെ തന്നെ നിൽപ്പുണ്ട്. അവനും വന്ന് ചാടി അകത്തോട്ട്.
ഇത് ഈ മാനിനെ പറ്റിയൊക്കെ അറിയാവുന്നവർ പറയാം. ഞാനിത് എന്തായാലും നെറ്റിൽ നോക്കി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഒന്നും ബ്ലാക്ക് ടൈപ്പാണ്, ഒന്നും സാധാ ടൈപ്പാണ്. ഇതും സാധാ ടൈപ്പാണ്. ഇഷ്ടംപോലെ മാനുകളുണ്ട്. പിന്നെ ഇവിടെ ആൾക്കാർക്ക് ഡിയർ ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. അത് ലൈസൻസ് ഉള്ള ആൾക്കാർക്ക് ഇവിടെ വെച്ച് സംഗതി ശാപ്പെടാമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് സ്പെഷ്യൽ പെർമിറ്റും ലൈസൻസൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ മാൻ നമ്മൾ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഏതായാലും ഒരു 30 സെക്കൻഡ് കൂടി കാണിച്ചേക്കാം. 30 സെക്കൻഡ് അല്ലേ, ഒരു 2 മിനിറ്റ്. ഇത് ഇവിടെ ഈ പിക്സ് വ്യൂ പാർക്കിൽ ഒരു തരം ഫ്ലവറിങ് പ്ലാന്റാണ് കണ്ടത്. അപ്പോൾ ഇത് നോർത്ത് അമേരിക്കയിൽ കോമൺ ആണ്. എന്താണ് സോളിഡാഗോ സ്പീഷിയോസ എന്നൊക്കെയാണ് പറയുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് ഫ്ലവറിങ് പ്ലാന്റായിട്ട് നല്ല പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ഇതിൻ്റെ URL കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലിട്ടേ. ഇത് കാണുന്ന മൊബൈലിൽ കാണുന്ന പോലെയല്ല കേട്ടോ, അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് ഇവിടെ ഒന്ന് ഈ വണ്ടൊക്കെ ഇരിക്കുന്നതുകൊണ്ടോ അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്. ഇതാണ് സോളിഡാഗോ സ്പീഷിയോസ. ഡാഗോ സ്പീഷിയോസ. ഒന്നുകൂടി കാണിച്ചേക്കാം. എൻ്റെ ഇല കാണണമെങ്കിൽ ഇതാണ് ഇല. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ നടന്ന് ആ ട്രെയിൽ കംപ്ലീറ്റ് ചെയ്ത് ഏതാണ്ട് ഒരു 2-2.5 അതിൻ്റെ ഇടയിൽ ദൂരമുണ്ട് ട്രെയിൽ. നല്ല സൂപ്പർ ഫ്രഷ് ഓക്സിജൻ കിട്ടും. ഫോറസ്റ്റ് ബാത്തിങ് ചെയ്യാം. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ബേർഡ് വാച്ചിങ്ങിനൊക്കെ പറ്റിയതാണ്. നമുക്കതിന് ക്ഷമയില്ല. കിളിയൊക്കെ ഇഷ്ടംപോലെ കിളികളുണ്ട്. തത്തയും പിന്നെ കാർഡിനാൽസും പിന്നെ ഇഷ്ടംപോലെ സ്പീഷീസ് ഓഫ് ബേർഡ്സ് ഉണ്ട്. പിന്നെ മാനെ കാണാൻ പറ്റും. പിന്നെ നല്ല എക്സസൈസ് ചെയ്യാം. നമ്മൾ ഹൈ ക്വാളിറ്റി ഓക്സിജൻ പ്ലസ് ഫൈറ്റ് സൈഡ്സ് കിട്ടും. അപ്പോൾ 6 മണിക്കൂർ പകൽ സൂര്യപ്രകാശമുള്ളപ്പോൾ ഇങ്ങനത്തെ അറ്റ്മോസ്ഫിയറിലൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്കുള്ള ഇമ്മ്യൂണിറ്റി കിട്ടുമെന്നാണ് പറയണത്. ഇത് വെറുതെ പറഞ്ഞതല്ല. ഒരു ജാപ്പനീസ് ഡോക്ടർ ഫോറസ്റ്റ് മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് ഒരു അലോപ്പതി ഡോക്ടർ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഞാൻ ലിങ്കിലിട്ടേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ട്രെയിൽ. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് പീക്സ് വ്യൂ പാർക്കിൻ്റെ ഒരു ഓവർവ്യൂ. ഇതിപ്പോൾ ഊട്ടിയിലെ ബൊട്ടാനിക്കൽ ഗാർഡനിലൊക്കെ പോയ പോലെ ഉണ്ട്. ഹ്യൂജാണ്. സെക്കൻഡ് ലാർജസ്റ്റ് പാർക്ക് ഇൻ ലിഞ്ച്ബർഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ സ്പോർട്സിന് എല്ലാ സൗകര്യവും ഉണ്ട്. ബേസ്ബോൾ ഗ്രൗണ്ട് ഉണ്ട്, പിന്നെ ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്, പിന്നെ പാർട്ടി ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്, പിന്നെ കിൻഡർഗാർട്ടനിലെ പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലമുണ്ട്, ബാസ്കറ്റ് ബോൾ കോർട്ടുണ്ട്, പിന്നെ ഹ്യൂജ് ഏരിയ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് പീക്സ് വ്യൂ പാർക്ക് ലിഞ്ച്ബർഗിൽ വരുന്ന ആൾക്കാർ. ഫിറ്റ്നസ് സർക്യൂട്ടുണ്ട്. അപ്പോൾ പാർക്കിനെ പറ്റിയുള്ള URL ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം.